താങ്ക് യു. അപ്പൊ ജാൻവി, നമ്മളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭവൻസ് പെരുന്തുരുത്തി 2004 സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ആ ഒരു ടൈം തൊട്ട് നമ്മുടെ രമാംജ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഭവൻസ് പെരുന്തുരുത്തിയുടെ ചിരകാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഒരു ഭവൻ ഭാരതി റേഡിയോ സ്റ്റേഷൻ. അപ്പൊ ഈ ഒരു റേഡിയോ സ്റ്റേഷനിൽ എത്തി നിൽക്കുമ്പോ മിസ്സിന് എന്താ മിസ്സിന്റെ എക്സ്പീരിയൻസ് പറയാനുള്ളത്? റേഡിയോന്റെ എക്സ്പീരിയൻസ് ആണോ അതോ സ്കൂളിന്റെ എക്സ്പീരിയൻസ് ആണോ നമ്മൾ ചോദിക്കുന്നത്? ഈ റേഡിയോ സ്റ്റേഷൻ കണ്ടതാണല്ലോ പണ്ടുള്ള ഭവൻസിൽ നിന്ന് ഇപ്പത്തെ അത് പണ്ടത്തെ ഭവൻസ് എന്ന് പറഞ്ഞാൽ മക്കളെ അത് ഒരു ചെറിയൊരു ഇതായിരുന്നു. അവിടുന്ന് നമ്മൾ വാസ്റ്റായിട്ട് ഇപ്പം ഇവിടെ എത്തി. പിന്നെ ഈ റേഡിയോ സ്റ്റേഷൻ നമുക്ക് ഭയങ്കര നമ്മളിങ്ങനെ എന്താ പറയാ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. ഭയങ്കര അവിടെ ഉണ്ട് റേഡിയോ സ്റ്റേഷൻ, ഈ സ്കൂളുണ്ട് റേഡിയോ സ്റ്റേഷൻ, പല സ്കൂളും നമ്മൾ പറയും. നമ്മളെ ചേവായൂർ സ്കൂളിൽ വന്നു, പക്ഷെ നമുക്ക് മാത്രം വന്നില്ല. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ബാക്ക് ബോൺ നമ്മളെ സുമാമിസാണ്. റേഡിയോ സ്റ്റേഷന് വേണ്ടി ഓടി നടന്ന് റേഡിയോ സ്റ്റേഷൻ ഇത്രയും ഇതാക്കിയത്. പക്ഷെ അതിന്റെ സുമാമിസിന് ഒരു ചാൻസ് കൊടുത്തതാരാ? നമ്മളെ ശ്രീജ മാമാണ്. കാരണം ശ്രീജ മാമിന് അറിയാം എന്താണ് എവിടെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ ചേവായൂരായാലും മാം അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അന്ന് മുതൽ നമ്മളെ സുമാമിസിനെ എന്താ പറയാ ഇങ്ങനെ ട്രിഗർ ചെയ്ത് കൊണ്ടുപോകുന്നത് ഫുൾ ശ്രീജ മാമാണ്. ശ്രീജ മാം ഇല്ലെങ്കിൽ നമ്മളവിടെ ഒന്നും നടക്കില്ല. റേഡിയോ സ്റ്റേഷൻ മാത്രമല്ല ഒരു കാര്യം നടക്കില്ല. അപ്പൊ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ശ്രീജ മാമിനും പിന്നെ നമ്മളെ സുമാ മിസ്സിനും. മിസ് പിന്നെ ചോദിക്കാനുള്ളത് നമ്മുടെ CCA ആനുവൽ ഡേ ഇതൊക്കെ നമ്മൾ കൂടുതൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടാണ് മിസ് കൂടുതലും ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ എൻ്റെ ഓർമ്മയിൽ പറയുമ്പോൾ മിസ്സാണ് എന്നെ ആദ്യമായിട്ട് UKG അതെ എന്നെ ഈ ഹിന്ദി പഠിപ്പിച്ച മിസ്സാണ് ആദ്യമായിട്ട്. അപ്പോൾ അതിൽ നിന്നിട്ട് എനിക്കിപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുക്കാനുള്ള കാരണം തന്നെ മിസ്സിൻ്റെ ആ മിസ് അന്ന് പഠിപ്പിച്ച ഓർമ്മകൾ കൊണ്ട് താങ്ക് യു സോ മച്ച്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു മിസ്. പിന്നെ പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ഇപ്പം കൂടുതൽ അക്കാഡമിക്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അത് വേണം, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറന്നു പോകുന്നത് കൂടുതൽ ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടാണ്. അപ്പം മിസ്സിന് എന്താണ് പറയാനുള്ളത് ഈ കുട്ടികളോട്? എങ്ങനെയാണ് നമ്മൾ അതിനൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നത്? ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് അവർ ലൈഫാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും അക്കാഡമിക്കലി ബ്രൈറ്റ് ഒന്നും ആവില്ല. എല്ലാവർക്കും നല്ല 100 മാർക്കോ അല്ലെങ്കിൽ A1 ഒന്നും കിട്ടില്ല. പക്ഷെ സ്കില്ല് എല്ലാവർക്കും ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ വേറൊരു സ്കില്ല് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ആദ്യം നമ്മൾ എൻ്റെ സ്കില്ല് ഏതാണെന്ന് തിരിച്ചറിയണം. എല്ലാവർക്കും ഒരു സ്കില്ലുണ്ടാവും. ഇപ്പോൾ ഡാൻസ് കളിക്കാൻ അറിയാത്തൊരു കുട്ടി ഡാൻസ് പോയി പഠിക്കരുത്. അതിന് പാരൻസിനും ഒരു ഇതുണ്ട്. അത് നമ്മളെ സ്കില്ല് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ നിന്ന് അതിൽ നമ്പർ 1 ആവുക. ഇപ്പം എല്ലാവരും അക്കാഡമിക് അല്ലല്ലോ നോക്കുന്നത്. അക്കാഡമിക് വേണം, അത് മെയിൻ അക്കാഡമിക് ആണെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളെ കുറച്ച് അക്കാഡമിക്കിൽ ലോ ഗ്രേഡിലൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്കിൽസിന് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ നമ്മളെ NEP വരുന്നുണ്ട്. NEPയിൽ സ്കിൽസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം കുട്ടികൾക്ക് വാസ്റ്റാണെന്ന് ഞങ്ങളുടെ കാലത്തൊന്നും ഉള്ള മാതിരിയല്ല. ഇപ്പോൾ ഇഷ്ടംമാതിരി ബ്രാഞ്ചസ് ഉണ്ട്. വാസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക സെലക്ട് ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ അക്കാഡമിക്കിൻ്റെ കൂടെ തന്നെ രണ്ടും നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അല്ലാതെ ഓരോ കുട്ടി കരിക്കുലറിൽ ബെസ്റ്റ് ആകുമ്പോൾ അക്കാഡമിക് ഇപ്പോൾ പാരൻസിൻ്റെ ഇതാണ് കോ കരിക്കുലറിൽ ഒന്ന് കുട്ടി ഇതാകുമ്പം അക്കാഡമിക് മോശമായി പ്രാക്ടീസ് കൊണ്ട് അങ്ങനെ വരരുത്. രണ്ടും നിങ്ങൾ സ്വന്തമായിട്ട് ബാലൻസ് ചെയ്യണം. അതിനുള്ള ഒരു സ്കില്ല് നിങ്ങൾ വേറെ തന്നെ നിങ്ങൾ കുട്ടികൾ ഡെവലപ്പ് ചെയ്യണം. അവിടെ ടീച്ചേഴ്സിനും പാരൻസിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്കൊരു അംബീഷൻ ഉണ്ടായിരിക്കണം. ഫോക്കസ് ചെയ്യണം, അംബീഷൻ ഉണ്ടാവണം. അതിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്പർ 1 ആവാൻ പറ്റും.